സൗദി അറേബ്യയിലെ ദമാം നഗരത്തിൽ നിലനിന്നിരുന്ന അപകട സാധ്യത ഒഴിഞ്ഞതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു അപകട മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ എല്ലാവരും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് നിർദ്ദേശിച്ചു. തുറസായ സ്ഥലങ്ങളിലും ബാൽക്കണികളിലും നിൽക്കാതെ അടച്ചുറപ്പുള്ള മുറികളിൽ തന്നെ തുടരാൻ ശ്രദ്ധിക്കണമെന്നും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ മേൽപ്പാലങ്ങൾക്കും കൂറ്റൻ കെട്ടിടങ്ങൾക്കും സമീപം വാഹനം നിർത്തരുതെന്നുമായിരുന്നു നിർദ്ദേശം. സൗദി അറേബ്യയുമായി സമാധാന ആണവ കരാറിന് അംഗീകാരം നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 30 വർഷത്തേക്കുള്ള പദ്ധതി വഴി സൗദിക്ക് സിവിൽ ആവശ്യങ്ങൾക്കുള്ള ആണവശേഷി സ്വന്തമാക്കാൻ സാധിക്കും. അമേരിക്കൻ മേൽനോട്ടത്തോടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. സൗദി അറേബ്യയ്ക്ക് സിവിൽ ആവശ്യങ്ങൾക്കുള്ള ആണവശേഷി കൈവരിക്കാൻ വഴി തുറക്കുന്ന വമ്പൻ കരാറിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. 10,000 കോടി ഡോളർ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ കരാറിന് 30 വർഷത്തെ കാലാവധിയാണുള്ളത്. ഇതിലൂടെ സൗദിയുടെ ആണവ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ കമ്പനികൾക്ക് ലഭിക്കും. റഷ്യ, ചൈന തുടങ്ങിയ മറ്റു രാജ്യങ്ങളെ സൗദിയുടെ ആണവ പശ്ചാത്തല വികസനത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ഇരു രാജ്യങ്ങളും നടത്തുന്ന സംയുക്ത പരിശോധനയിൽ ആവശ്യമാണെന്ന് കണ്ടാൽ സൗദി മണ്ണിൽ തന്നെ യുറേനിയം സമൃദ്ധീകരണ പ്ലാന്റ് അമേരിക്കൻ കമ്പനികൾ നിർമ്മിച്ചു നൽകും. എന്നാൽ ഈ സൗകര്യങ്ങൾ ആണവായുധ നിർമ്മാണത്തിനായി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പാക്കാൻ അമേരിക്കക്ക് നിരീക്ഷണ ചുമതലയുണ്ടാകും. വരും ദിവസങ്ങളിൽ ഈ കരാർ അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരത്തിനയക്കും. എന്നാൽ പശ്ചിമേഷ്യയിൽ ആണവശേഷി കൂട്ടുന്നത് മേഖലയിലെ സമാധാനത്തെ ബാധിക്കുമെന്ന് കരുതുന്ന ചില അമേരിക്കൻ ജനപ്രതിനിധികൾ ഇതിനെ എതിർക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. 24 ജിദ്ദ. സൗദി അറേബ്യയിലെ ഖിദിയ സിറ്റിക്ക് ആഗോള ടൂറിസം രംഗത്ത് ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചു. ഡെസ്റ്റിനേഷൻസ് ഇന്റർനാഷണൽ നൽകുന്ന ഡിസ്റ്റിങ്ഷൻ പദവിയാണ് ഖിദിയ സ്വന്തമാക്കിയത്. മിഡിൽ ഈസ്റ്റിലെ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രമായി ഇതോടെ ഖിദിയ മാറി. മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി ഖിദിയ സ്വന്തമാക്കിയ ഈ ഉയർന്ന അംഗീകാരം സൗദി ടൂറിസം മേഖലയ്ക്ക് വലിയ നേട്ടമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സംഘടനയായ ഡെസ്റ്റിനേഷൻസ് ഇന്റർനാഷണലാണ് ഈ പുരസ്കാരം നൽകിയത്. ലോകമെമ്പാടുമുള്ള 200ഓളം കേന്ദ്രങ്ങളിൽ 20% താഴെ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ ഡിസ്റ്റിങ്ഷൻ പദവി ലഭിച്ചിട്ടുള്ളത്. എല്ലാ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ച ഖിദിയക്ക് തിരുത്തലുകളോ മാറ്റങ്ങളോ ഒന്നും തന്നെ സംഘടന നിർദ്ദേശിച്ചിട്ടില്ല. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി റിയാദിൽ നിന്ന് 45 കിലോമീറ്റർ അകലെ തുവേക്ക് പർവ്വത താഴ്വരയിലാണ് 360-ലേറെ ചതുരശ്ര കിലോമീറ്ററിൽ ഖിദിയ നിർമ്മിക്കുന്നത്. ലോകത്തെ ഏറ്റവും വേഗതയേറിയ റോളർ കോസ്റ്ററുള്ള 6 ഫ്ലാഗ്സ് തീം പാർക്ക്, വലിയ വാട്ടർ പാർക്കുകൾ, 2034 ലോകകപ്പ് സ്റ്റേഡിയം, ഫോർമുല 1 റേസിംഗ് ട്രാക്ക് എന്നിവ ഇവിടെ ഒരുങ്ങുന്നുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഖിദിയ പണിയുന്നത് എന്നതിന്റെ വലിയൊരു തെളിവാണ് ഈ നേട്ടമെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. 24 ജിദ്ദ. സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന പ്രവാസി പെൻഷൻ അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ കൌൺസിൽ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം സംഘം സമർപ്പിച്ചു. ICF ഇന്റർനാഷണൽ പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ, ICF സെക്രട്ടറിമാരായ ഹമീദ് ഈശ്വരമംഗലം, ഷരീഫ് കാരശ്ശേരി, അബ്ദുൽ കരീം ഹാജി മേമുണ്ട, SYS സംസ്ഥാന സെക്രട്ടറി സിദ്ദിഖ് സഖാഫി നേമം തുടങ്ങിയ നേതാക്കൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. UAE-യിലെ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ സേവനങ്ങളിലുണ്ടായ പ്രതിസന്ധിക്ക് പരിഹാരം. അൽഹിന്ദ് ട്രാവൽസ് പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അൽഹിന്ദ് ചെയർമാൻ മുഹമ്മദ് ഹാരിസ് തട്ടാരത്തിൽ പറഞ്ഞു. ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രതിസന്ധിക്ക് അറുതിയാവുകയാണ്. അൽഹിന്ദ് ട്രാവൽസ് വഴിയുള്ള ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ മുതലായ സേവനങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു. കരാർ റദ്ദാക്കിയെങ്കിലും സുപ്രീം കോടതിയുടെ ഇടപെടലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസമായത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്ന് കോടതി നിർദ്ദേശിച്ചതോടെ 3 മാസത്തേക്ക് അൽഹിന്ദ് ട്രാവൽസ് സർവീസ് നൽകുമെന്ന് ഇന്നലെ ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു. രാവിലെ തന്നെ അൽഹിന്ദ് കേന്ദ്രങ്ങൾ തുറന്നു. 16 സെന്ററുകളിലായാണ് സേവനങ്ങൾ ലഭിക്കുക. ഓൺലൈൻ ബുക്കിംഗ് വഴി അപ്പോയിൻമെന്റ് എടുക്കാം. ഓരോ കേന്ദ്രങ്ങളിലും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുമായി എത്തുന്നവർക്കും പ്രായമായവർക്കും പ്രത്യേക പരിഗണനയുണ്ടാകും. ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി.
പുതിയ ടെൻഡറിലും തങ്ങൾ ഭാഗമാകുമെന്ന് അൽഹിന്ദ് ചെയർമാൻ മുഹമ്മദ് ഹാരിസ് തട്ടാരത്തിൽ പറഞ്ഞു. ഇതിപ്പോൾ ലോകത്തിലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വന്ന് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ്. 75ഓളം ആളുകൾക്ക് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 12,000 സ്ക്വയർ ഫീറ്റിൽ ഇങ്ങനെ സംവിധാനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എംബസി അണ്ടറിൽ വേറെ ഇല്ല. വേൾഡിൽ തന്നെ ഇത് നമ്പർ 1 ആണ്. ആദ്യ ദിനം തന്നെ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ വിവിധ സേവനങ്ങൾക്കായി എത്തി. എൻ്റെ 8 വയസ്സിലെ കുട്ടീനെ നാട്ടിലേക്ക് അയക്കേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അയക്കേണ്ടിയിട്ട് അതിൻ്റെ ഒരു അറ്റസ്റ്റേഷന് വേണ്ടി വന്നതാണ്. 2 ദിവസം ഇതിൻ്റെ പിറകെ ഉണ്ട്. ബട്ട് അന്നേരം അതിൽ മറ്റേ ഈ കോൺസുലേറ്റിൻ്റെ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ അതിൽ കാണിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്. അൽഹിന്ദാണ് ഇനി മുതൽ 22 മുതൽ അൽഹിന്ദാണ് ചെയ്യുന്നതാണ് അതിൽ കാണിച്ചത്. I like the service. It's really good and they're really kind and I like it. കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി വലിയ സജ്ജീകരണത്തോടുകൂടിയാണ് ഇപ്പോൾ സർവീസുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ ബുദ്ധിമുട്ടുകൾ വളരെ വേഗം തന്നെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ക്യാമറാമാൻ ശരത് ചെറുകുന്നിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ദുബായ്. ദുബായ് ദേറയിൽ പുതിയ B2B ഷോറൂം തുറന്ന് മിലാനോ ബൈ ഡാന്യൂബ്. ദേറയിൽ മിലാനോയുടെ സാന്നിധ്യം ശക്തമാക്കുന്ന 4ാമത്തെ ഷോറൂമാണിത്. വ്യാപാരികൾക്കും ചില്ലറ വിൽപ്പനക്കാർക്കും ആവശ്യമായ സാനിറ്ററി വെയർ, ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽ മുതലായവ ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുള്ളതായി മിലാനോ ഡയറക്ടർ സാഹിൽ സാജൻ വ്യക്തമാക്കി. കയറ്റുമതി വിപണിയിൽ 20% വളർച്ച ലക്ഷ്യമിട്ടാണ് മിലാനോ ദുബായ് ദേറയിൽ പുതിയ B2B ഷോറൂം തുറന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലെയും UAE-യിലെയും കയറ്റുമതിക്കാർ, മൊത്ത വ്യാപാരികൾ, പുനർവിൽപ്പനക്കാർ എന്നിവർക്ക് വിപുലമായ ഉൽപ്പന്ന ശേഖരണ സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് പുതിയ കേന്ദ്രം. ദേറയിൽ മിലാനോയുടെ സാന്നിധ്യം ശക്തമാക്കുന്ന 4ാമത്തെ ഷോറൂമാണിത്. CIS രാജ്യങ്ങൾ, ആഫ്രിക്കൻ ഭൂഖണ്ഡം, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള ആഗോള വിപണികളിൽ നിന്നുള്ള വ്യാപാരികളുടെ പ്രധാന വാണിജ്യ കേന്ദ്രമായ ദേറയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് പുതിയ ചുവടുവയ്പ്. തൻ്റെ ബിസിനസ് ജീവിതം ആരംഭിച്ച മണ്ണിലേക്ക് പുതിയൊരു സംരംഭവുമായി തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഡാനൂബ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അനീസ് സാജൻ പറഞ്ഞു. വ്യാപാരികൾക്കും ചില്ലറ വിൽപ്പനക്കാർക്കും ആവശ്യമായ സാനിറ്ററി വെയർ, ഹാർഡ്വെയർ, ഇലക്ട്രിക്കൽസ്, അലങ്കാര വിളക്കുകൾ, ടൈലുകൾ എന്നിവയെല്ലാം ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഷോറൂം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് Milano Director Sahil Sajan വ്യക്തമാക്കി. So in this Deira market, we've ensured that we don't keep it as a typical wholesale showroom. We want to showcase our products in the best way possible so that the customers can have a look and feel. And we are a one-stop solution. We have sanitary ware, electrical, hardware, tiles. Customers can have a vast variety of products. ദുബായിയുടെ ആഗോള വ്യാപാര പദവിക്ക് കരുത്തു പകരുന്നതാണ് മിലാനോയുടെ പുതിയ വിപുലീകരണം. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.